ഇന്ന് കളിയിലാണ്, ഈവനിങ് കളിയാണ്. നമ്മളെ സഫിയർ മലപ്പുറം. ഇപ്പോൾ CNG 200 കറക്റ്റ് 200 കിലോമീറ്റർ ആയിട്ടോ. ഇപ്പോഴും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, ഇപ്പം മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇന്ന് കൊടയിലാണ്. ഇന്ന് ചെറിയൊരു മഴയൊക്കെ ഉണ്ട് ഇറങ്ങുമ്പോൾ. ഈ മഴ കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി മഴയാണ്. പിന്നെ നമ്മളെ വണ്ടിൻ്റെ ഫ്രണ്ടിൽ ഇന്നാളത്തെ വണ്ടി വീണ്ടും കൊടുന്നിട്ടിട്ടുണ്ട്. നമ്മളിടുന്ന സ്ഥലമാണ്. നമ്മൾ നാട്ടിൽ പോയപ്പോൾ നമ്മളെ സ്ഥലം ആരോ കൈവരിച്ച് പോയി ഗൈസ്. ഇത് ഈ വണ്ടി ഇന്നലെ എടുത്തിട്ടുണ്ടോ. ഇത് ഇന്നലെ ഫ്രണ്ട് അങ്ങോട്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് രാവിലെ എപ്പോഴും എടുത്തിട്ടുണ്ട്. ഇത് ആരതാ അറിയില്ല. ഇനി ഇവിടെ പുതിയ താമസക്കാർ വന്നാണ് അറിയില്ല കേട്ടോ ഈ ബിൽഡിങ്ങിൽ. ഏതായാലും നമുക്ക് നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന രീതി തെറ്റാണെന്ന്. സത്യം പറഞ്ഞ വണ്ടിനെ കുറിച്ച് ഒരു തേങ്ങ എനിക്ക് അറിയില്ല. ക്ലച്ച് ചവിട്ടിയാണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല പറഞ്ഞത്. അപ്പോൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് സൈറ്റ് പുറത്തുനിന്ന് ഉള്ളിൽ കയറാതെ സ്റ്റാർട്ട് ചെയ്യലുണ്ടായിരുന്നത്. അത് ഇതിനെക്കുറിച്ച് വലിയൊരു അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഇപ്പോൾ ക്ലച്ച് ചവിട്ടിയില്ലാട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ വീട്ടിലൊരു വണ്ടി ഉണ്ട്. വീട്ടിൽ അല്ല, ചില വണ്ടികൾ ക്ലച്ച് ചവിട്ടാണ്ട് സ്റ്റാർട്ട് ആവില്ലല്ലോ. ആ വണ്ടികൾക്ക് മാത്രമേ അങ്ങനെയുള്ള പ്രശ്നമാണെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ എല്ലാത്തിനും അങ്ങനെ പ്രശ്നമുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെന്തെങ്കിലും തെറ്റുകൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നമുക്ക് വണ്ടി ഓടിക്കാനേ അറിയുള്ളൂ. നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട്, അല്ലാതെ വണ്ടിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മളെ കമൻ്റ് ഇട്ട സാജിദിന് നമ്മളെ താങ്ക് യു അറിയിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. CNG ഇല്ല കേട്ടോ. CNG 2 പുള്ളിയേ ഉള്ളൂ. ഇന്നലത്തെ CNG 175 കിലോമീറ്റർ ഓടിയുണ്ട്. ഇതാണ്ടോ, പെട്രോൾ 2 വട്ടം ഉണ്ട്. പെട്രോൾ നമ്മളന്ന് തിരുവല്ല പോയപ്പോൾ അടിച്ചോണ്ടില്ലേ 2000 റുപ്യക്ക് 1000 റുപ്യക്ക് എന്തോ. പിന്നെ ഇത് 2 പുള്ളിയും കൂടി ഉള്ളൂ. ഇതിവിടെ വന്നപ്പോൾ 2 പുള്ളി ആയതാണ്. അപ്പോൾ ഒരു 2 ട്രിപ്പൊക്കെ കറക്റ്റ് ഓടാല്ലേ CNG ഉണ്ടാവും. അപ്പോൾ 2 ട്രിപ്പ് ഭാഗ്യം പോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറ്റും. CNG എടുക്കാൻ ഏകദേശം പൈസ ആവും. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നും ഇല്ല, 300 അത്രേ ഉള്ളൂ. അപ്പോൾ 2 ട്രിപ്പ് കിട്ടിയാൽ ഭാഗ്യം. CNG എടുക്കാൻ പൈസ ആവും. പിന്നെ ബിയില് നമ്മൾ ഇന്നലെ 0 ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നലത്തെയും പാടെ 296 കിലോമീറ്റർ ഓടി ബി നമുക്ക് 0 ആക്കാം. പിന്നെ ടോട്ടല് 65,931 അപ്പോൾ 66 കിട്ടും. അപ്പോൾ ഒരു 400 കിലോമീറ്റർ കൂടി ഉണ്ടാവും. 400 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ 70,000 ആവും. അപ്പോൾ നമുക്ക് വണ്ടി ഷോറൂമിൽ കയറ്റണം, വണ്ടിൻ്റെ സർവീസ് ചെയ്യണം. ഇതെവിടെ അറിയോ? ഇത് നമ്മളെ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള നമ്മളെ പഴയ സ്റ്റേഡിയമാണിത്. ഊബർ ഓടിയില്ല. നമ്മൾ നേരെ ഈ ബ്ലാക്ക് ഉള്ളത് നമ്മളെ ഫ്രണ്ടാണ്, അയൽവാസിയാണ്. അപ്പോൾ അവനിവിടെയാണ് താമസിക്കണേ. അപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നമുക്ക് വൈറ്റ് ഷർട്ട് വാങ്ങാണ്ട് ഈ ഒരു ഷെഡ് കണ്ടോ. ഇതാണ് നമ്മൾ KSRTC ബസ് സ്റ്റാൻഡാണ് അവിടെ ഉള്ളത്. ഇവിടെ കുറേ ഡ്രസ്സുകൾ ചെറിയ വിലക്കുറവിനൊക്കെ വിൽക്കുന്നൊരു കടകളാണ്. അപ്പോൾ അവിടുന്ന് 2 വൈറ്റ് ഷർട്ട് വാങ്ങണം, നമ്മളെ യൂണിഫോം. അപ്പോൾ അങ്ങനെ ഇന്ന് കളിയിലാണ്, ഈവനിങ് കളിയാണ്. നമ്മളെ സഫിയർ മലപ്പുറം, പിന്നെ നമ്മളെ മുഹമ്മദ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് ഓട്ടമല്ല, ഇന്ന് ഷർട്ട് വാങ്ങിയിട്ട് നേരെ റൂമിൽ പോവുക. അങ്ങനെ നമ്മൾ പരിപാടി കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. എന്നും പാർക്ക് ചെയ്യണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വൈറ്റ് ഷർട്ട് വാങ്ങിയില്ല കേട്ടോ, അത് വീട്ടിൽ 2 ഉണ്ടെന്ന് പറഞ്ഞു. ആ മറ്റേ എല്ലിനെ പോലത്തെ ക്ലോത്ത് ഉണ്ടല്ലോ, അങ്ങനത്തെ ക്ലോത്തിൻ്റെ നല്ല ശീലയും ഷർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വൈറ്റ് ഷർട്ട് പിന്നെ വെറുതെ വാങ്ങേണ്ട വിചാരിച്ച് അത് വാങ്ങിയാൽ ഇടൂല. അപ്പോൾ വീട്ടിലൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് കൊണ്ടിരിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരു കുറ്റി പുട്ടും ഒരു ചിക്കൻ കൊണ്ടാട്ടവും വാങ്ങി. നമ്മളൊരു കട്ടൻ ചായയും പിടിച്ചിട്ട് നല്ലൊരു പിടി പിടിച്ചിട്ട് കിടന്നുറങ്ങാം. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ രാത്രി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങുക. സമയം ഇപ്പോൾ 7:15 സമയം. ഇപ്പോൾ കിടന്നുറങ്ങിയാൽ, ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയാൽ നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് നാളെ വർക്ക് തുടങ്ങാം. നമ്മൾ CNG ഒക്കെ കഴിഞ്ഞു കേട്ടോ. CNG ഇന്ന് അടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, മിന്നിക്കളിക്കാണ്. അപ്പോൾ പമ്പിലേക്ക് എത്താൻ ഉണ്ടാവും. അപ്പോൾ നാളെ രാവിലെ നീച്ചിട്ട് നേരെ കാക്കനാട് പമ്പിലേക്ക് പോയിട്ട് CNG അടിക്കാം. ഇപ്പോൾ CNG 200 കറക്റ്റ് 200 കിലോമീറ്റർ ആയിട്ടോ. ഇപ്പോഴും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല, ഇപ്പം മിന്നിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എന്തായാലും പമ്പിലേക്ക് എത്തുമ്പോഴത്തേന് ചിലപ്പോൾ കഴിയായിരിക്കും, എന്താ അവസ്ഥ അറിയില്ല. അപ്പോൾ കറക്റ്റ് 200 കിലോമീറ്റർ. ഇനി പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.